അപ്പോൾ കൊല്ലത്തേക്ക് തന്നെയാണ് യാത്ര. കാരണം ചെറിയ വിശപ്പ് വന്നിട്ടുണ്ടാവുമെന്നറിയാം. വിഷമിക്കേണ്ട, അവിടെ നമുക്ക് വേണ്ടി AV ജയശങ്കർ ഉഗ്രൻ ഒരു ഫുഡ് സ്പോട്ട് കണ്ടെത്തി നമ്മളെ കാത്തിരിക്കുകയാണ്. കുളത്തൂപ്പുഴയിൽ സന്തോഷ് എന്നൊരു ഹോട്ടലുണ്ട്. തനി നാടൻ ഭക്ഷണങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത എന്നാണ് ജയശങ്കർ പറയുന്നത്. അപ്പോൾ കുളത്തൂപ്പുഴയിൽ വരെ ഒന്ന് വണ്ടി ഒതുക്കി. ചന്ദ്രേട്ടൻ്റെ കപ്പയും ബീഫും പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റവും ഉണ്ട്. അതെന്താന്ന് രുചിച്ച് തന്നെ അറിയാം. ഇന്നത്തെ യാത്ര കൊല്ലം കുളത്തൂപ്പുഴയിലേക്കാണ്. നല്ല നാടൻ കപ്പയും ബീഫും പരീക്ഷിക്കാനാണ് പദ്ധതി. എന്താവോ എന്തോ, എന്തായാലും പോയി വരാം. അങ്ങനെ നമ്മൾ കുളത്തൂപ്പുഴയിലെത്തി. എനിക്ക് പിന്നിൽ ബോർഡ് കാണാം, ഹോട്ടൽ സന്തോഷ്. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ നല്ല നാടൻ കപ്പയും ബീഫൊക്കെ കിട്ടുന്നത്. പിന്നെ ഇവരുടെ ഒരു പ്രത്യേക ഐറ്റം ഉണ്ട്, അന്തർവാഹിനി. എന്തായാലും ഇന്ന് ടേസ്റ്റ് ചെയ്തിട്ട് തന്നെ പോകുന്നുള്ളൂ. 1967 കുളത്തൂപ്പുഴ സ്വദേശി ചന്ദ്രേട്ടൻ സന്തോഷ് ഹോട്ടൽ ആരംഭിക്കുന്നത്. കാലം മാറിയെങ്കിലും പഴയ രീതിയിൽ തന്നെയാണ് ഇവിടെ ഇപ്പോഴും കാര്യങ്ങൾ നടക്കുന്നത്. വിറകടുപ്പിലാണ് പാചകം. മിക്സിയോ ഫ്രിഡ്ജോ ഒന്നും തന്നെ കടയിലില്ല. എല്ലാം പൂർണ്ണമായി മനുഷ്യാധ്വാനത്തിൽ. ഇത് പഴയ രീതി തന്നെ, അല്ല പുതുമയായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അടുപ്പ് വിറകടുപ്പ് തന്നെ, ഫ്രിഡ്ജ് ഗ്രൈൻഡറൊന്നുമില്ല. അത് നാടൻ ഭക്ഷണ രീതിയിലാണ് ചെയ്യുന്നത്. രാവിലെ ഒരു 11 മണിയാവും, 11 മണി ഒരു 8-8 മണി വരെ രാത്രി ഉള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ പറഞ്ഞ പോലെ ഇത് അത്ര വലിയ ഹോട്ടലൊന്നുമല്ല. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ തേടി വരുന്നത് കപ്പയും ബീഫും പിന്നെ അന്തർവാഹിനിയും കഴിക്കാനാണ്. അതിരാവിലെ ചന്ദ്രേട്ടനും സഹായികളും ചേർന്ന് പാചകം ആരംഭിക്കും. ആദ്യം തയ്യാറാക്കുന്നത് നല്ല നാടൻ ബീഫ് കറിയും കപ്പയുമാണ്. ഒപ്പം മാസ്റ്റർ പീസ് ഐറ്റമായ അന്തർവാഹിനിയും. അന്തർവാഹിനി എന്ന പേര് കേൾക്കുമ്പോൾ അന്താളിപ്പ് തോന്നുമെങ്കിലും നാടൻ മുളകരച്ചുണ്ടാക്കുന്ന ഒരുതരം ചമ്മന്തിയാണിത്. 11 മണിയോടെ ബീഫ് കറിയും കപ്പയുമെല്ലാം ചട്ടിയിൽ നിന്ന് വിളമ്പാൻ പാകത്തിൽ മാറ്റും. വയസ്സ് 60 കഴിഞ്ഞെങ്കിലും കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് ചന്ദ്രേട്ടൻ തന്നെയാണ്. പ്രധാന ഐറ്റം വെച്ചാൽ കപ്പ, ബീഫ്, ചിക്കൻ, പിന്നെ അന്തർവാഹിനി നമ്മളൊരു ഐറ്റം കൊടുക്കുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. അത് നല്ല പഴുത്ത കാന്താരി നമ്മൾ ശരിയാക്കി എടുക്കുന്ന ഒരു ചമ്മന്തിയാണ്. നല്ല ചൂട് ബീഫ് അടുപ്പത്ത് കിടന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നാവിൽ വെള്ളം മുറിയിട്ടൊരു രക്ഷമില്ല. ഇനി എന്തായാലും കഴിച്ചിട്ടാകാം ബാക്കി കഥാപ്രസംഗം. പറയാതെ വയ്യ, ആകെ മൊത്തത്തിൽ കടയ്ക്കൊരു പഴയ ഫീലാണ്. ഇന്ന് നമ്മൾ ഈ പുതിയ ഹോട്ടലുകൾക്കുള്ള കാലത്ത് ഇത്തരത്തിൽ പഴയ ഹോട്ടലുകൾ ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ട് എന്നൊരു കാഴ്ച കൂടി ഈ സന്തോഷ് ഹോട്ടൽ പകരുന്നുണ്ട്. അങ്ങനെ ദേ കപ്പയും ബീഫും അന്തർവാഹിനിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്തർവാഹിനി എന്ന് പറയുന്നത് ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. എന്തായാലും കഴിച്ചു നോക്കാം. ആകെ മൊത്തത്തിലൊരു വെറൈറ്റി ടേസ്റ്റാണ്. ഈ കുളത്തൂപ്പുഴ വഴിയൊക്കെ പോകുന്ന ആളുകൾ, തമിഴ്നാട്ടിലെ തെങ്കാശി ഭാഗത്തേക്കൊക്കെ പോകുന്ന ആളുകൾക്ക് ഈ സന്തോഷ് ഹോട്ടലിലേക്ക് വരാം. ഇവിടുത്തെ ചേട്ടൻ തനി നാടൻ ടേസ്റ്റിലാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഈ അന്തർവാഹിനി എന്ന് പറയുന്നത് ഒടുക്കത്തെ എരിവാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കിണർ വെള്ളം തന്നെ കുടിക്കേണ്ടി വരും. ഒരു രക്ഷയില്ല, വായൊക്കെ എരിഞ്ഞിട്ട് വയ്യ. അപ്പോൾ ഇന്നത്തേക്ക് എന്തായാലും അവസാനിപ്പിക്കുന്നു. ക്യാമറമാൻ അനന്തു ബി നായർക്കൊപ്പം AV ജയശങ്കർ, 24 കൊട്ടാരക്കര. അപ്പോൾ നമ്മുടെ എരിവേറിയ അന്തർവാഹിനി കൂട്ടി കപ്പ കഴിക്കണം കേട്ടോ. ഇനി കണ്ടിട്ട് കൊതി വരുന്നു. ഭക്ഷണം കഴിച്ചാണ്, ഭക്ഷണം കഴിച്ചു എന്ന് കമൻറ്റ് ബോക്സിൽ ചോദ്യമുണ്ട്. ഭക്ഷണം കഴിച്ചാണെങ്കിലും ഈ കപ്പയും ബീഫൊക്കെ കണ്ട് കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു കാറ്റുവീഴ്ച വരുമല്ലോ. അപ്പോൾ ഒരു വിശപ്പാണോ എന്നൊരു തോന്നൽ. ഏതായാലും ഉറപ്പായും കുളത്തൂപ്പുഴയിലേക്ക് വിടുക. കുളത്തൂപ്പുഴ വഴി പോയാൽ നമുക്ക് അതിർത്തിയിലെ പല കാഴ്ചകളുണ്ട്. നമ്മൾ മുമ്പും കാണിച്ചു തന്നിട്ടുണ്ട്. തെന്മല ആ ഭാഗത്തൊക്കെ കൊല്ലത്തെ മനോഹരമായ കാഴ്ചകൾ കൂടി ഒപ്പം കാണാം. അപ്പോൾ
സന്തോഷ് ഹോട്ടലിൽ നിന്ന് കപ്പയും ബീഫും അന്തർവാഹിനിയും രുചിക്കാം.